കുരുമുളക് ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ടോ? എന്നാൽ പച്ച കുരുമുളക് ഇതാ ഉപ്പിലിട്ടത്. ഹലോ ഗൈസ്, രാവിലെ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വയനാട് നിന്ന് ഗൂഡല്ലൂരോട്ട് പോകുന്ന വഴിക്ക് നമ്മളൊരു ചായ സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. ചെന്നെത്തിയത് ഒന്നും പറയില്ല, എൻ്റെ അമ്മ ഒരു അട്ടാറ് സ്ഥലം. കുരുമുളക് ഉപ്പിലിട്ടത് തൊട്ട് ചോളം, ചക്കക്കുരു, ചൗചൗ, ജാതിക്ക, തണ്ണിമത്തൻ, മരിച്ചിനി, ഇഞ്ചി, വള്ളിപ്പയർ വരെ ഇവിടെ ഉപ്പിലിട്ടതുണ്ട് ഗൈസ്. അങ്ങനെ ഞാൻ ഒരു കരിമ്പ് ഉപ്പിലിട്ടത് അങ്ങ് വാങ്ങിച്ച ഗൈസ്. സംഭവം കൊള്ളാം, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റൊക്കെ ഉണ്ട്. അടുത്തത് ഒരു പനിനീർ ചാമ്പയ്ക്ക വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. സത്യം പറയാലോ, ഒരു നൈസ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ ചോളം ഉപ്പിലിട്ടതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. സംഭവം എനിക്ക് ഫേവറേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ ഇവിടെ ട്രൈ ചെയ്തതിൽ വെച്ചിട്ട്. അടിപൊളി. ഇതാണ് മരിച്ചിനി ഗൈസ്. നമ്മുടെ നാട്ടിലൊക്കെ വേവിച്ചും കറി വെച്ചിട്ടല്ലേ തിന്നിട്ടുള്ളൂ. ഇവിടെ ഉപ്പിലിട്ട് വെച്ചേക്കും കണ്ടിട്ട് ഞാൻ വെച്ചത് ട്രൈ ചെയ്തതാ. ഇതിനൊക്കെ ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഇതാണ് ചൗചൗ. എന്തോ സംതിങ് ഭയങ്കര ഡിഫറെൻറ്റ്. പക്കാ ഒരു ഉപ്പിലിട്ട സാധനം. ഈ ഐറ്റം ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തതല്ല. തണ്ണിമത്തൻ ഉപ്പിലിട്ടത്. പിന്നെ ഒരു കപ്പക്കയും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് വീട്ടിലത്തേക്ക് വാങ്ങിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്തയും ചിന്തിക്കുക പോലും ചെയ്യാത്ത ഓരോ സാധനങ്ങളാണ് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്. എസ്പെഷ്യലി ഇവിടുത്തെ ആംബിയൻസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. പുറകുവശത്തായാലും മുൻവശത്തായാലും ഫുൾ കാപ്പിത്തോട്ടമാണ്. ഊഞ്ഞാലും ഇരിക്കാനുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ചായ സ്പോട്ട് തപ്പിയില്ലേമാര് ഇറങ്ങിയത്, എന്നിട്ട് ഉപ്പിലിട്ടതാണല്ലോ വാങ്ങിച്ച് കഴിച്ചത്. എന്നാൽ ഇവിടെ ചായയും കിട്ടും ഗൈസ്. നല്ലൊരു കിട്ടില്ല ചായ സ്പോട്ടും കൂടിയാണ് ഇവിടെ. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും. ലാലേട്ടൻ്റെ ഒരു തമാശ. എന്നാൽ തമാശ അല്ലായിരുന്നു ഗൈസ്, നല്ല സ്വാദുണ്ടായിരുന്നു. ഭഗവാൻ